അമ്മേ ഇപ്പോ നല്ലൊരു ഹൈറ്റിലാണ് നിൽക്കുന്നത്. അമ്മ വളർത്തിയ ഒരു കൊച്ച് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ തോന്നുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് കുറെ നാളായി തോന്നി തുടങ്ങിയിട്ട്. പക്ഷെ ഇപ്പോ ഭയങ്കര സ്റ്റാർ MLA ആണ്. ഒത്തിരി സന്തോഷം. വിളിക്കും ഇടയ്ക്കിടയ്ക്ക്? ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ കിട്ടത്തില്ല. ഇല്ലെങ്കിൽ പിന്നെ രാത്രിയിൽ ഇങ്ങനെ ഒന്ന് അമ്മയൊന്നും പറഞ്ഞു ഒന്ന് വെക്കും. കാരണം തിരക്കറിയാവുന്നത് കൊണ്ട് പിന്നെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാൻ നമ്മളല്ലേ പറ്റുള്ളൂ. മറ്റുള്ളവരെല്ലാരും ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നു. ചെറിയ പരിഭവം ഉണ്ട്, വേണമെങ്കിൽ പിടിച്ചാലോ, ചെറുതായിട്ടൊന്ന് ഗ്രിപ്പിട്ട് നോക്കിയാലോ. ഒന്ന് രണ്ട് പരിപാടികൾ ഗ്രിപ്പിടാനുണ്ട്. ഇവരെല്ലാവരും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞാൻ ചോദിക്കൂല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞു അത് നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഞാൻ ചോദിക്കുന്നത് എന്താ വെച്ചാൽ, അമ്മ ആ ചെറുപ്പത്തില് കുറെ സഫറിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു, കുറെ ബുദ്ധിമുട്ടുകളിൽ നിന്നിട്ടാണ് രാഹുലിനെ പഠിപ്പിച്ചെടുക്കുക ഒക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നത്. അമ്മ മാത്രമേ ആ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ചെക്കൻ വളർന്ന് മര്യാദക്കാരനായി എന്ന് തോന്നുന്ന ഒരു സ്റ്റേജ് എത്തുമല്ലോ, കുഴപ്പമില്ല എന്ന് തോന്നിയത്. അത് എപ്പോഴാണ് ശരിക്കും ഈ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലേക്ക് എത്തുമ്പോഴാണോ, എപ്പോഴാണ് അമ്മയ്ക്ക് തോന്നി തുടങ്ങിയത് ഇവൻ നന്നാവും എന്ന് തോന്നി തുടങ്ങിയത്? നന്നാവത്തില്ല എന്ന് അതോന്ന്. ഓ, അപ്പൊ അമ്മയ്ക്ക് രാഷ്ട്രീയത്തിൽ പോകുന്നതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അല്ല, ആദ്യം അമ്മമാരുടെ ഒരു ഇതാണല്ലോ, ഒരു കൺസേൺ ആണല്ലോ. പിന്നെ ഈ ഡൽഹിയിലേക്കൊക്കെ പറഞ്ഞ് വിടുമ്പം ഉണ്ടായിരുന്ന ഒരു സന്തോഷം തന്നെ ഇതിന്റെ തീരുമാനമായി. പഠിക്കുന്നുണ്ടായിരുന്നു സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ MBBS BTechകളുടെ ട്രെൻഡിങ് സമയമാണ്. അപ്പം പിന്നെ +2 കഴിഞ്ഞ് എന്ത് ചെയ്യുന്നു ചോദിക്കുമ്പോൾ റിപ്പീറ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു ട്രെൻഡായി നിൽക്കുന്ന ഒരു സമയത്താണ്. കോച്ചിങ്ങിന് പോകുന്നതൊക്കെ പറയുന്ന സമയത്ത്. അപ്പോൾ അതിന് എനിക്ക് ആർട്സ് സബ്ജക്റ്റ് എടുക്കാനുള്ളൊരു താല്പര്യം കൊണ്ട്, ഹിസ്റ്ററി എടുക്കാനുള്ളൊരു താല്പര്യം കൊണ്ട് ഞാൻ അതിനെ വിദഗ്ധമായി സ്കിപ്പ് ചെയ്ത് വേറെ പിന്നെ അപ്പോൾ ഈ അപ്പം അമ്മയോടൊക്കെ പറയുമ്പോൾ കുറച്ചും കൂടെ നല്ല കാരണമല്ലേ എന്ന് പറയാൻ പറ്റുള്ളൂ. സിവിൽ സർവീസ് നമുക്കറിയാം, നമ്മളെ കൊണ്ട് കൂട്ടിയെ കൂടില്ല നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞ് ഹിസ്റ്ററി എടുത്തു. അപ്പൊ പിന്നെ ഡിഗ്രിക്ക് അത്യാവശ്യം തെറ്റല്ലാത്ത പെർഫോമൻസ് ഉണ്ടാകും. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഡൽഹിക്ക് പോകുമ്പോൾ ഡൽഹി നമ്മൾ വേറെ എക്സ്പോഷറാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ വീട്ടിൽ നമ്മൾ പറഞ്ഞ കാരണം എന്താ, ഇങ്ങനെ സിവിൽ സർവീസിന് ഇവിടെ അങ്ങനെ ഉണ്ട്. അല്ല, അതിന് രസകരമായ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പം നാട്ടില് ഒരാള് അപ്പം എപ്പൊ കണ്ടാലും നമ്മളെ ഇങ്ങനെ ചീത്ത പറയും പറഞ്ഞാൽ ഇങ്ങനെ സ്നേഹത്തോടെ പറയും. പിന്നെ നീ നന്നാവാനുള്ള ഉദ്ദേശമൊന്നുമില്ല, ഇങ്ങനെ രാഷ്ട്രീയം കളിച്ച് നടന്നു എന്തെങ്കിലും പണിക്ക് കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമായിട്ടുള്ള സാധനമായിട്ട് ഇങ്ങനെ എപ്പോൾ കണ്ടാലും പറയും. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയപ്പോൾ അവരെ പറഞ്ഞു, നീ ഇങ്ങനെ അങ്ങ് നടന്നു, പിന്നെ കൂടുള്ളവർക്കൊക്കെ ജോലിയായി, ഈ രാഷ്ട്രീയം കളിച്ച് നടക്കാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ MLA ഇപ്പം ഇയാൾ വന്നിട്ട് പൊന്നാടയൊക്കെ ഇട്ടിട്ട് എല്ലാവരും അഭിനയിച്ചു. ഞാൻ അന്നേ പറഞ്ഞതാ ഇവനൊരു ആളാകുമെന്ന് പറഞ്ഞത്. അങ്ങനെയൊക്കെയുള്ള രസങ്ങൾ ഉണ്ടാകാറുണ്ട്. അമ്മയുടെ മനസ്സിലെ ടെൻഷൻ മാറിയില്ല ഇപ്പോഴും? ഇപ്പൊ ടെൻഷൻ മാറി, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. കാരണം ടെൻഷനാണ് അല്ല, ഈ പറഞ്ഞതിൻ്റെ ഡൽഹി പോയപ്പോ ഞാൻ വിചാരിച്ചു എന്തായാലും ഈ ഒരു പാത പിന്തുടരത്തില്ലല്ലോ, അങ്ങ് പോയല്ലോ. പക്ഷേ അപ്പോഴും ഞാൻ ചോദിക്കുന്നത് സിവിൽ സർവീസിൻ്റെത് അതെന്താ 35 വയസ്സ് വരെ എഴുതാം, പ്രശ്നമൊന്നുമില്ലല്ലോ എന്നിങ്ങനെ പറയും. എന്നാ ശരി ആയിക്കോട്ടെ. ഡൽഹി പോയിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ വിചാരിച്ചു അവിടെ പോയിട്ട് ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് വന്നപ്പോൾ മനസ്സിലായി ഇത് ശരിയാവത്തില്ല. പിന്നെ ഞാൻ തീർത്തങ്ങ് വിചാരിച്ചു ഇനി അവൻ്റെ പാത ഏതാണല്ലോ. പിന്നെ ഈ എതിർക്കുന്ന കൂട്ടത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ, കാരണം വീട്ടുകാർ മൊത്തം അവന് സപ്പോർട്ടാണ്. ഇപ്പൊ വീഴുന്ന കുഞ്ഞുങ്ങൾ പോലും കണ്ണമാമൻ പാർട്ടിയിൽ നിന്നുള്ള ആ ഒരു ധാരണയിലാണ് വരുന്നത്. പക്ഷെ അപ്പോഴേയും എതിർക്കുന്നത് ഞാൻ ഇച്ചിരിയെങ്കിലും എതിർക്കുന്നുള്ളു. അപ്പൊ പിന്നെ വിചാരിച്ചു ഇനി ഞാൻ എതിർത്തിട്ട് കാര്യമില്ല. കണ്ണൻ വീട്ടിൽ വിളിക്കുന്നത് കറക്റ്റ് കേട്ടോ, കറക്റ്റ് പേര്. നിങ്ങളൊക്കെ ഉദ്ദേശിച്ച പേര് തന്നെയാണ് വീട്ടുകാരിട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മൾ വിചാരിച്ചത് ഒട്ടും തെറ്റിയിട്ടില്ല. ഇതെങ്ങനെ കോയിൻസിഡൻസിൽ വന്നു പെട്ടു? കറക്റ്റ് അല്ലേ? കൃഷ്ണനല്ലേ? നാട്ടുകാർക്ക് മുഴുവൻ ആരാധനയാണ്. എല്ലാ പ്രായത്തിലുള്ള ആൾക്കാരും ഉണ്ട് ആരാധകരായിട്ട്. അപ്പൊ പിന്നെ ഞാനായിട്ട് ഇനി എതിർത്തിട്ടൊന്നും കാര്യമില്ല. അത് കഴിഞ്ഞു. അപ്പൊ പിന്നെ പോയിട്ട് വന്നിട്ട് പറഞ്ഞമ്മേ ഞാൻ ഇനി PhDക്ക് പോകുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു സിവിൽ സർവീസ് വിട്ടു അല്ലേ, എഴുതാമേ അത് എന്ന് പറഞ്ഞു. ശരി ആയിക്കോട്ടെ. അപ്പോൾ PhDക്ക് വന്നപ്പോഴും ഞാൻ ചോദിച്ചു ഡൽഹിക്ക് തന്നെ പോവുമല്ലേ, അപ്പോഴും മനസ്സിൽ ഇതാണ്, കാരണം ഇച്ചിരി ഒന്ന് കുറയുമല്ലോ. അല്ല ഞാൻ അമ്മ അവിടെ ഞാൻ എൻട്രൻസ് എഴുതി, എന്തായാലും ഞാൻ MG യൂണിവേഴ്സിറ്റിയിലൂടെ ഒന്ന് എഴുതുവാണ് എന്ന് പറഞ്ഞു. പോയിട്ട് വന്നു പിന്നെ ഇങ്ങനെ കിട്ടി. അപ്പം ശരി ഞാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ എഴുതി കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എങ്ങനെയെങ്കിലും ശരിയാക്കും മോനെ,
നമുക്ക് കോളേജിലും എല്ലാം കയറാമല്ലോ എന്നൊക്കെ ഉള്ള ഇങ്ങനെ ഒരു പരി പിന്നെ ഒരു രക്ഷയില്ലാന്ന് കണ്ടു വിട്ടു. പക്ഷെ അധ്യാപകനാകുമ്പോഴത്തേക്ക് ചെറിയൊരു സർക്കിളിലേ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ നാട്ടുകാരെ മുഴുവനും പഠിപ്പിക്കുന്നവരുള്ള ഇപ്പൊ പിന്നെ ഞാൻ ഇടയ്ക്ക് പറയും. അപ്പൊ അപ്പോഴും ഇങ്ങനെ പറയാം. അപ്പോഴേ എൻ്റെ അടുത്ത് എല്ലാരും പറയാം, അവന് ഓഫീസിലൊക്കെ ചെല്ലുമ്പോൾ പറയും ബീനാമ്മ ഫസ്റ്റ് പറഞ്ഞത് അതാണ്. ഒരാൾ പൈസ അടയ്ക്കണമെന്നൊരു കക്ഷി വെച്ചു, ബീനാമ്മടത്തിന്റെ മോനാണോ രാഹുല്? ഞാൻ പറഞ്ഞു ആര് പറഞ്ഞു? അല്ല ഞാനൊന്ന് അറിഞ്ഞു. അപ്പോഴുടനെ എൻ്റെ ഓഫീസിലിരുന്ന എൻ്റെ ഓഫീസർ എടുത്താലേ പറഞ്ഞു ഒരു 5 കൊല്ലം കഴിയുമ്പോഴത്തേന് നമുക്ക് നിയമസഭയിൽ പോകേണ്ട വല്ല കാര്യമുണ്ടെങ്കിൽ ബീനാമ്മയുടെ അടുത്ത് വന്നാൽ മതി. കറക്റ്റ് അതുപോലെ സംഭവിച്ചു അവനറിയാം. ജോണങ്കിൾ എന്ന് പറഞ്ഞ അവന്റെ ആളാണ്. അപ്പൊ ഇങ്ങനെ വന്ന് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ നിയമസഭയിൽ ചെന്ന് ഞാൻ ഫസ്റ്റിലെ വിളിച്ചത് സാറിനെയാണ്. സാർ ഇപ്പോൾ പുനലൂരാണ്. ഞാൻ സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു സാറിൻ്റെ നാക്ക് പൊന്നാണ് കേട്ടോ, ഞാനിപ്പോൾ നിയമസഭയിലുണ്ടെന്ന് പറഞ്ഞു. നിയമസഭയിൽ അമ്മ നിന്നിട്ട് ആ വിളിച്ചു പറഞ്ഞില്ല, അതാണ് നിങ്ങളുടെ അഭിമാനം എന്ന് പറയുന്നത്. അമ്മ ഇത് പറയുമ്പോൾ ഒരു പ്രൗഡല്ലേ? സ്വാഭാവികമായിട്ടാണല്ലോ അതിലങ്ങനെ അഭിനമിക്കുകയല്ല. അമ്മമാരൊക്കെ പറയുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അതെ അതെ അതെ. അമ്മ പിന്നെ ഇതിനകത്തൊരു ആശങ്കയുണ്ടെങ്കിലും നിയമസഭയിലെത്തുക എന്നൊക്കെ പറയുന്നത് നമുക്ക് എല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യമല്ല. സർക്കാർ ഉദ്യോഗസ്ഥരാവാൻ പലർക്കും കഴിഞ്ഞേക്കും. പക്ഷെ നിയമസഭയിലെത്തിയിട്ട് വർത്താനം പറയാം. പക്ഷെ അതിലുപരി കോൺഗ്രസ്സുകാർക്ക് തന്നെ അഭിമാനമാണ്. ഒപ്പം മറ്റു പാർട്ടിക്കാർക്കും ഈ രാഹുലിന്റെ ഒരു ഗ്ലാമറിന്റെ ഒരു പ്രസരിപ്പുണ്ട്. രാഹുൽ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഇതെന്തോ പ്രശ്നമാവും എന്നുള്ളൊരു സാധനമുണ്ട്. അതൊരു പക്ഷേ ഒരു പ്രതിപക്ഷ MLA എന്നുള്ള രീതിയിൽ രാഹുലിന് പിന്നെ ഇപ്പൊ ഗുണം ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു പ്രതിപക്ഷത്തിന്റെ കൃത്യമായിട്ടുള്ള അറിയിക്കാൻ പറ്റും. ഭരണപക്ഷത്തിന് ചെറിയൊരു പേടി വേണം പ്രതിപക്ഷ MLA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത്തരത്തിലൊക്കെ അമ്മ ശ്രദ്ധിക്കാറുണ്ടോ ഒരു പ്രതിപക്ഷ MLA? ഇതെല്ലാം ശ്രദ്ധിക്കാറുണ്ട്. ചർച്ചകളായാലും നിയമസഭയുടെ നിയമസഭ നടക്കുന്ന ദിവസം ഫസ്റ്റിലത്തേനും അങ്ങനെ അതുകൊണ്ട് ഇങ്ങോട്ടെല്ലാം ശ്രദ്ധിക്കാറുണ്ട്. ആദ്യ ദിവസത്തെ പ്രസംഗം ഞങ്ങളും കേട്ടു. കുറച്ചൊരു ആർജവൊക്കെ ഉണ്ടായിരുന്നു. ഇതേപോലെ തുടർന്നാൽ നന്നാവും എന്ന് തോന്നില്ലേ? അങ്ങനെ തന്നെ വിചാരിക്കുന്നു. അതെ 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 അതെ. അത് ഭയങ്കര രസമുള്ള ഒരു പരിപാടിയാണ്. ഈ ആദ്യ ദിവസം ഇംപ്രഷൻ കിട്ടുക, അതും എല്ലാവരും കേൾക്കാൻ നിൽക്കുക. അമ്മ ഇപ്പൊ ഞാൻ ബാക്കി വെച്ചിരുന്ന ഒരു ചോദ്യമുണ്ട്, അതും കൂടെ ചോദിച്ചിട്ട് പോവാം. അത് ഞാൻ ചോദിക്കാതെ തന്നെ അമ്മയ്ക്കറിയാലോ, നീ ഉത്തരം പറഞ്ഞ ശരി എന്നാ. അമ്മ ഉത്തരം പറയും. അമ്മ ഇതാ പറയുന്നത്. ആ ചോദ്യത്തിന്റെ അടുത്ത് വരുമ്പോഴത്തേന് ആര് ചോദിച്ചാലും ഇതാ ഉത്തരം പറയണത്. രാഹുലിന്റെ സ്വാതന്ത്ര്യത്തിന് ഞാൻ വിട്ടു. അങ്ങനെയൊന്നും വിടാൻ നിശ്ചയിച്ചിട്ടില്ല. അതാണ് അമ്മ വിടാൻ നിശ്ചയിച്ചു. നമ്മൾ വിട്ടു. ഞാൻ രാഹുലിന്റെ കൂടെയാണ്, അമ്മ രാഹുലിന്റെ കൂടെ അല്ല. അതാണ് പ്രശ്നം. അമ്മയെന്നല്ല ആരും രാഹുലിന്റെ കൂടെ നമുക്ക് നോക്കാം. ഞങ്ങൾ അമ്മയെ ഒഴിവാക്കുകയാണ്. എന്താ വെച്ചാൽ അമ്മയുടെ അഭിപ്രായം നമുക്ക് എന്തായാലും അറിയാം. ക്യാമറയൊക്കെ മറഞ്ഞു നിൽക്കുക, അമ്മ അത് പറയണ്ട. ആ പഴയ കാലം കൂടെ ഓർത്ത് നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്ക് ഇപ്പൊ ഒരു ആശ്വാസമൊക്കെ അല്ലേ? ആണോ? അത്യാവശ്യം കുട്ടി മുതിർന്നു.